നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. കൊണ്ടാഴി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തിപുരസരം തുടക്കം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊണ്ടാഴി തൃത്തന്തളി ശിവപാർവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നവംബർ 17 മുതൽ 24 തീയതി വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ SR ഉദയകുമാർ ഭദ്രദീപം തെളിയിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് യജ്ഞാചാര്യ തുളസി ബാലകൃഷ്ണൻ വടക്കഞ്ചേരി ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. സാറ് പറഞ്ഞ പോലെ കുട്ടികൾ പലരും വഴിതെറ്റി പോകാനുള്ള കാരണം അത് തന്നെയാണ്. വീട്ടിലുള്ള അശാന്തി, ഒന്നുകിലോ അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നമാവാം, അല്ലെങ്കിൽ സ്കൂളിലെ പ്രശ്നമാവാം, പല പല പ്രശ്നങ്ങളാവാം. ഇന്നത്തെ അച്ഛനും അമ്മമാർക്കും കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല, ജോലിക്ക് പോയിട്ട്. അപ്പോൾ രാവിലെ പോവും, തിരിച്ചു വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത് ഒന്നും അറിയുന്നില്ല. വന്നു കഴിഞ്ഞാൽ ഗ്രഹജോലികൾ അത് കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസം പോകാനുള്ളതാണ്. സ്നേഹം കിട്ടാതെ വരുമ്പോൾ കുട്ടികള് പലരും വഴി മാറിപ്പോകും. അതാണ്. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. മായന്നൂർ ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്ര കവാടത്തിൽ വെച്ച് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് K പ്രസാദ് ചന്ദ്രൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ SR ഉദയകുമാറിന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച് വാദ്യമേള സമേതം ആനയിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. സപ്താഹയജ്ഞത്തിന്റെ ഒന്നാം ദിവസമായ തിങ്കളാഴ്ച സൂത ശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, വരാഹാവതാരം, പരിഷ്കിത്തിന്റെ ചരിതം തുടങ്ങിയ പാരായണ ഭാഗങ്ങൾ നടക്കും. CC ന്യൂസ്, കൊണ്ടാഴി.